ഹേ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് എന്താ പരിപാടി എന്നല്ലേ, ഇന്ന് ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോവാണ് കേട്ടോ. അങ്ങനെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല, വീട്ടിലേക്ക് 2 ദിവസം പോയിട്ട് നിന്നിട്ട് വരാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇക്കാക്ക വർക്കിന് പോകുമ്പോൾ ഞങ്ങളിവിടെ ആക്കി തരാമെന്ന് പറഞ്ഞിരുന്നു. ഞങ്ങളിങ്ങനെ ഇക്കാക്കാനായിട്ടാണ് കേട്ടോ പോവുക. ഇക്കാക്ക വർക്കിന് പോകുമ്പോൾ ഞങ്ങളവിടെ ആക്കി തന്നിട്ടാണ് ഇക്കാക്ക പോവുക. വേറെ ഒന്നുമില്ല, എൻ്റെ വീടിൻ്റെ അവിടെയാണ് കേട്ടോ ഇക്കാക്കാൻ്റെ ഷോപ്പ് വരുന്നത്. എൻ്റെ വീട്ടിലോട്ട് ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്ന് വലിയ ദൂരമൊന്നുമില്ല. ഹസ്ബൻഡിൻ്റെ വീട് കാഞ്ഞിരത്താണിയാണ്, എൻ്റെ വീട് പാവട്ടുപാറയാണ്. വലിയ ദൂരമൊന്നുമില്ല, ഒരു 9 മിനിറ്റ് യാത്ര ഉള്ളൂ. ബസ്സിനൊക്കെ പോകുമ്പോൾ ഒരു പക്ഷേ ടൈം കൂടാം. ആ റൂട്ടിന് അങ്ങനെ ബസ്സൊക്കെ കുറവാണ് കേട്ടോ. അപ്പോൾ മോനെ അങ്ങനെ ബാക്കിൽ കാറും ബസ്സൊക്കെ വരണമെങ്കിൽ നോക്കി നിൽക്കുകയാണ് കേട്ടോ. അവനക്ക് നല്ല ഇഷ്ടമാണ് വണ്ടികൾ, അപ്പോൾ അതൊക്കെ നോക്കി നിൽക്കണം കേട്ടോ അവന്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ചെറിയ ഡേ ഇൻ മൈ ലൈഫും കൂടിയാണ് കേട്ടോ ഞാൻ അതിൽ ഉൾപ്പെടുത്തണത്. അപ്പോൾ എല്ലാവരും അതൊക്കെ ഒന്ന് കാണുക. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ നാട്ടിലോട്ട് എത്തിയിട്ടാണ്. ഇതാണ് എൻ്റെ നാട്. ചുറ്റോറും പാടങ്ങളൊക്കെ ആയിട്ട് നല്ല രസമാണ്. പിന്നെ വേറെ കുറച്ച് കാഴ്ചകളൊക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ വഴിയെ കാണിച്ചു തരാം. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ വീട്ടിലോട്ട് എത്തിയിട്ടാണ് ഈ നിൽക്കണം കേട്ടോ എൻ്റെ ഉമ്മ. അങ്ങനെ ഇവിടെ ആക്കിയിട്ട് ഇക്കാക്ക വേഗം പോയിട്ടോ, കാരണം ഇക്കാക്ക് വർക്കുള്ളതാണ്. വർക്കുള്ളതുകൊണ്ട് വേഗം തന്നെ പോയി. അങ്ങനെ ഈ പള്ളിയുടെ അവിടെ നിന്ന് കുറച്ച് ഇങ്ങോട്ട് താഴത്തേക്ക് നടക്കാണ്ട് കേട്ടോ, കുറച്ചുള്ളൂ, അധികം ഇല്ല. അപ്പോൾ മോനിങ്ങനെ കാറും ബസ്സൊക്കെ കണ്ട കാര്യമൊക്കെ ഇങ്ങനെ ഉമ്മാട് ഇങ്ങനെ പറയാണ് കേട്ടോ. പിന്നെ എൻ്റെ വീട്ടുമുറ്റത്തേക്ക് കാറൊന്നും വരില്ല കേട്ടോ, ബൈക്ക് സ്കൂട്ടി അങ്ങനെയുള്ളതൊക്കെ വരുള്ളൂ, കാരണം ചെറിയൊരു വഴിയാണ്. ഇതാണ് കേട്ടോ എൻ്റെ വീട്. ഇത് ആക്ച്വലി ഉമ്മാൻ്റെ വീടാണ്. ഇതെൻ്റെ മൂത്തമ്മാൻ്റെ മോളാണ് കേട്ടോ, ഉമ്മാടെ താത്താടെ മോള്. മൂത്തമ്മ മരിച്ചാണ് കേട്ടോ. മൂത്തമ്മ മരിച്ചിട്ട് ഏകദേശം ഒരു 6 മാസത്തോളം ആയി. ഇതിവിടെ വളർത്തുന്ന തത്തമ്മ കേട്ടോ. ഇവൾക്ക് പേരൊന്നും ഇട്ടില്ല. നിങ്ങൾ നല്ല പേരുണ്ടെങ്കിൽ പറയട്ടോ, കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. കുറച്ച് കഴിഞ്ഞപ്പോൾ ചായ ഒക്കെ കുടിക്കായിരുന്നു കേട്ടോ. ഞാൻ ഓൾറെഡി കുടിച്ചിട്ടാണ്. നല്ല മട്ടൻ കറി ഉണ്ട്, കടലക്കറി ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് കുറച്ച് കഴിച്ചോന്ന് പറഞ്ഞ് നിർബന്ധിച്ചുകൊണ്ട് കുറച്ച് കഴിക്കാതിരുന്നതാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒന്ന് പുറത്തൊക്കെ ഒന്ന് ഇറങ്ങി നോക്കാമെന്ന് വിചാരിച്ച് നോക്കിയതാണ്. ഈ സിറ്റോറുള്ള എൻ്റെ മാമന്മാരെ വരെയാണ് കേട്ടോ. ഇതൊരു മാമൻ്റെ വീട്, അപ്പുറത്ത് വേറെ 2 മാമൻ്റെ വീടുണ്ട്. വേറൊരു മാമ ഉണ്ട്, അത് ഇവിടുന്ന് കുറച്ച് പോകണം. പിന്നെ ഈ കാണുന്നത് അത് മാമൻ്റെ വീടല്ല, ഒരു അയൽവാസിയാണ് കേട്ടോ, മാമൻ്റെ വീടല്ല. പിന്നെ ഈ കാണുന്ന ബാക്കിലത്തെ വീടാണ് ഒരു മുത്തമ്മാൻ്റെ വീടാണ് കേട്ടോ, ഉമ്മയുടെ ഏട്ടത്തിയുടെ വീടാണ്. അങ്ങനെ അതൊക്കെ വീക്ഷിച്ചതിൻ്റെ ശേഷം ഞാനൊന്ന് അടുക്കളയിൽ പോയി നോക്കിയിട്ടാണ്. അപ്പോൾ അവിടെ ഉച്ചക്കേക്കുള്ള ഫുഡൊക്കെ റെഡി ആക്കാണ് കേട്ടോ. നോക്കി കഴിഞ്ഞപ്പോൾ അപ്പുറത്ത് മുത്തമ്മയുടെ മോളുണ്ട്, അവളുടെ പേര് അനീഷ എന്നാണ്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ ബ്രദർ വീഡിയോ കോൾ ചെയ്തിട്ട്, ഇതാണ് എൻ്റെ മൂത്ത ബ്രദർ നബീൽ. അപ്പം ആൾ ഗൾഫിലാരൊക്കെ വിളിച്ച് സംസാരിച്ച് അങ്ങനെ കുറച്ച് ടൈമൊക്കെ പോയി. വീട്ടിലുള്ള എല്ലാവരും സംസാരിച്ച് ആൾ വർക്കിൻ്റെ ഇടയിൽ നിന്നാണ് കേട്ടോ വിളിക്കണത്. ആൾക്ക് ഫ്രീ കിട്ടുകയാണെങ്കിൽ ഒന്നാമത് രാത്രി ആവണം, ആ ടൈമിൽ ഞങ്ങളൊക്കെ ഉറങ്ങിയിട്ടുണ്ടാവും. കുറച്ച് നേരം TV ഒക്കെ കണ്ടിരുന്നു കേട്ടോ. പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ സോങ് എല്ലാവർക്കും അറിയില്ലേ, ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള സോങ്. അങ്ങനെ ഒരു ഉച്ചയൊക്കെ ആയപ്പോൾ ഞാൻ എൻ്റെ ഡ്രോയിങ് ബുക്സൊക്കെ എടുത്തിട്ടോ, കാരണം ഒരു ചിത്രം വരക്കാൻ ഷൂട്ട് ചെയ്യാന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഡ്രോയിങ് ബുക്ക് എടുത്തത്. അങ്ങനെ എൻ്റെ മോനെ ഇറങ്ങുമ്പോഴാട്ടോ എനിക്ക് വരക്കാൻ പറ്റുള്ളൂ, കാരണം അവന് ഉണർന്നിരിക്കുമ്പോൾ വരച്ച് കഴിഞ്ഞാൽ ഞാൻ വരക്കണ സാധനങ്ങളൊക്കെ അവന് എടുത്തു കൊണ്ടുപോകും. അതുകൊണ്ട് അവന് ഉണർന്നിരിക്കുമ്പോൾ എനിക്ക് വരക്കാൻ പറ്റില്ല. അങ്ങനെ ജസ്റ്റ് മിററൊക്കെ ഒന്ന് കണ്ടപ്പോൾ വീഡിയോ ഒക്കെ ഒന്ന് എടുക്കാൻ വിചാരിച്ച് വീഡിയോ ഒക്കെ എടുത്ത്. അങ്ങനെ വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയിലാണ് പിറകിലായിട്ട് മോൻ ഇങ്ങനെ ഒരു പണി ഒപ്പിക്കണം കണ്ട്. വേറെ ഒന്നുമല്ല, ടോർച്ച് എടുത്ത് ഓണാക്കി കളിക്കുകയാണ്. സാധാരണ ഇവനെ കണ്ടാൽ ഇവ വരണമെന്ന് പറഞ്ഞാൽ ഇത് എടുത്ത് വെക്കലുണ്ട്, മറ്റേ ഞങ്ങൾ വരണമെന്ന് അറിയില്ലായിരുന്നു, അതുകൊണ്ടാണ്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ജനലൊക്കെ ഒന്ന് തുറന്ന് പാടൊക്കെ ഒന്ന് നോക്കി നോട്ടോ. ആ കാണാനാണ് പാടം. അപ്പോൾ ഇവിടെ നിന്ന് ചെറുതായിട്ട് കാണാൻ പറ്റും. മഴയൊക്കെ മാറിയിട്ടൊന്ന് ഒതുങ്ങിയിട്ടൊക്കെ പോകാമെന്ന് വിചാരിച്ച്. അപ്പം അങ്ങനെ ഉച്ചയൊക്കെ ആയപ്പോൾ ഞാൻ ചോറ് കഴിക്കാമെന്ന് കേട്ടോ. നല്ല ഉണക്കലും കോഴിമുട്ട പൊരിച്ചതും ഉപ്പേരിയൊക്കെ ഉണ്ടായിരുന്നു, നല്ല ചമ്മന്തിയും. അപ്പം അതൊക്കെ കൂട്ടി ചോറ് കഴിച്ചു. അപ്പോഴേക്കും എൻ്റെ അനിയന് കോളേജ് വിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർ രണ്ടാളും ഭക്ഷണമൊക്കെ കഴിക്കായിരുന്നു. ഓരോ നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഞാൻ ജസ്റ്റ് ഒന്ന് ജനലൊക്കെ ഒന്ന് തുറന്ന് നോക്കിയതാണ് എന്താ അവസ്ഥ എന്ന് നോക്കും. നല്ല മഴയാണ്. ഇപ്പോൾ പാടത്തൊക്കെ പോകാൻ പറ്റില്ല എന്ന് മനസ്സിലായി. പാടത്തേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ജസ്റ്റ് അവിടെ ഒന്ന് നോക്കിയത്. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ മോനെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ അവനും കൂട്ടിയിട്ട് പോകാമെന്ന് വിചാരിച്ചത് പാടത്തേക്ക്. അങ്ങനെ മഴയൊക്കെ തോർന്നപ്പോൾ ഞാൻ പാടത്തേക്ക് ഇറങ്ങിട്ടോ. മോനെ കൂട്ടി പോകാമെന്ന് വിചാരിച്ചു, പക്ഷെ അവനെ ഉറങ്ങിയില്ല. അതുകൊണ്ട് ഞാൻ തന്നെ ഒറ്റയ്ക്കൊന്ന് പോയിട്ട് നോക്കിയിട്ട് വരാമെന്ന് വിചാരിച്ച് ഞാൻ തന്നെ ഇറങ്ങി. അപ്പോൾ ഇതാണ് കേട്ടോ, ഇത് ഇവിടുത്തെ പറമ്പാണ്. പിന്നെ ഞങ്ങളെന്താ ഉമ്മാൻ്റെ വീട്ടിൽ നിന്ന് വിചാരിച്ചാൽ ഞങ്ങൾക്ക് ആക്ച്വലി വീടായിട്ടില്ല, തറപ്പണി കഴിഞ്ഞിട്ടുള്ളൂ. ഇൻഷാ അല്ലാഹ് പെട്ടെന്ന് തന്നെ വീട് കയറ്റണം. പിന്നെ ഉപ്പാൻ്റെ വീട് ഇവിടെ അടുത്താണ് കേട്ടോ, ഇവിടെ നടക്കാനുള്ള ദൂരമുള്ളൂ. പാവട്ടുപാറ എന്ന് പറയുമ്പോൾ അടുത്താണ്. അപ്പം ഞങ്ങളൊരു 10-15 കൊല്ലമായി ഇവിടെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ആ കാണുന്നതാണ് പാടം. ഞാൻ അങ്ങോട്ട് ഇറങ്ങിപ്പോണം. ഇവിടെ ഒരു 2 കഴുങ്ങൊക്കെ വെച്ച് ഇങ്ങനെ കെട്ടിയിട്ടുണ്ട്. ഇത് എന്തിനാണെന്ന് അറിയില്ല കേട്ടോ, അതിപ്പോൾ കെട്ടിയതാണ്. അപ്പോൾ അതൊക്കെ കടന്നിട്ട് വേണം പോവാൻ. അങ്ങനെ പാടത്തേക്ക് എത്തിയിട്ടാവും ഞാൻ കാണിച്ചു തരാം കേട്ടോ പാടം. ഇതാണ്. അപ്പോൾ ഇതാണ് കേട്ടോ പാടം.
നല്ല ഭംഗിയുണ്ടല്ലേ പാടം കാണാൻ. അപ്പോൾ എന്ത് ഭംഗിയായാലും ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ കാണാൻ. എൻ്റെ മഴയൊക്കെ വരുന്നുണ്ട് കേട്ടോ. ആ അറ്റത്ത് നോക്കിയാൽ കാണാൻ പറ്റും, നല്ല മഴ വരുന്നുണ്ട്. ഞാൻ ഈ ടൈമിൽ ഇങ്ങോട്ട് വന്നത് നന്നായി. കുറച്ചും കൂടി കഴിഞ്ഞാൽ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിരുന്നില്ല. ഇപ്പം തന്നെ മഴ ചാറൽ തുടങ്ങി. അങ്ങനെ കുറച്ച് കഴിഞ്ഞാൽ ഈ ഭാഗത്തൊക്കെ നല്ല വെള്ളം നിറയും കേട്ടോ. നല്ല രസമാണ് നീന്താനൊക്കെ വരാൻ എല്ലാവരൊക്കെ കൂടിയിട്ട്. പണ്ട് കല്യാണത്തിന് മുമ്പ് ഞാൻ കുറേ വന്ന് നീന്തിയിട്ടുണ്ട് കേട്ടോ. ഇപ്പം ഞാൻ വെച്ചിട്ട് നീന്തലൊന്നുമില്ല. എനിക്ക് നീന്താനൊന്നും അറിയില്ല, വെള്ളത്തിൽ ജസ്റ്റ് ഇങ്ങനെ കളിക്കും, അത്ര തന്നെയാണ്. അങ്ങനെ അതൊക്കെ കണ്ടു കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്കൊന്ന് പോകുന്നു കേട്ടോ. കാരണം നല്ല മഴ വരുന്നുണ്ടായിരുന്നു, അതുകൊണ്ട് തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോകുന്നു. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ ബൈ.